NSTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതി നിർവഹണത്തിന് ആസൂത്രണ സമിതികൾ രൂപീകരിക്കും. കുന്നംകുളം നഗരസഭയിൽ അർഹതപ്പെട്ട 2557 പേർക്ക് ക്ഷേമ പെൻഷനുകൾ ഇനിയും ലഭിച്ചിട്ടില്ല. വേനൽക്കാലം അടുത്തു വരുന്നതോടെ വാട്ടർ അതോറിറ്റി ജീവനക്കാർ സമരത്തിലേക്ക്. വെളനി ഗേൾസ് ഹൈസ്കൂളിന്റെ 1 വർഷം നീണ്ടുനിന്ന സപ്തതി ആഘോഷ സമാപനം ജനുവരി 15-16 തീയതിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതി നിർവഹണത്തിന് ആസൂത്രണ സമിതികൾ രൂപീകരിക്കും. സംസ്ഥാനത്ത് ജനകീയാസൂത്രണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 13ാം പഞ്ചവത്സര പദ്ധതി നടത്തിപ്പിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതി നിർവഹണത്തിന് ആസൂത്രണ സമിതികൾ രൂപീകരിക്കുന്നു. പദ്ധതി നിർവഹണത്തിൽ ഉദ്യോഗസ്ഥ മേധാവിത്വം ഒഴിവാക്കി ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ വിപുലമായ ആസൂത്രണ സമിതികൾ രൂപീകരിക്കുന്നത്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 30 പേരടങ്ങുന്ന ആസൂത്രണ സമിതികളാണ് രൂപീകരിക്കുക. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്നതായിരിക്കും ആസൂത്രണ സമിതികൾ. അതാത് മേഖലകളിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി ജനകീയ പങ്കാളിത്തത്തോടെയായിരിക്കും പദ്ധതികൾ നടപ്പിലാക്കുക. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ആസൂത്രണ സമിതികളാണ് വികസന പദ്ധതി രേഖകൾ തയ്യാറാക്കുക. പദ്ധതി നിർവഹണത്തിന് വേണ്ട ഉപദേശ സമിതിയായി ആസൂത്രണ സമിതികൾ പ്രവർത്തിക്കും. മാർച്ച് 31-നകം ഈ വർഷത്തെ പദ്ധതികൾ സമർപ്പിക്കണം. നഗരവികസനത്തിന് പ്രത്യേക വികസന പദ്ധതികളും ആസൂത്രണ സമിതികൾ പ്ലാൻ ചെയ്യും. LDF സർക്കാർ സംസ്ഥാനത്ത് EMSന്റെ നേതൃത്വത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ ജനകീയാസൂത്രണ പദ്ധതിയുടെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടാണ് ഇപ്പോൾ പോരായ്മകൾ നികത്തി ആസൂത്രണ സമിതികൾ രൂപീകരിക്കുന്നത്. മേൽനോട്ടവും പദ്ധതി നിർവഹണവും ആസൂത്രണ സമിതികൾക്കാവുമെങ്കിലും സാമ്പത്തിക ക്രയവിക്രയം അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ആസൂത്രണ സമിതികൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരിക്കില്ല. ആസൂത്രണ സമിതി രൂപീകരണത്തിന്റെ ഭാഗമായി ജനുവരി 27 മുതൽ ഫെബ്രുവരി 5 വരെ ജില്ലയിലെ ബ്ലോക്ക് തലത്തിൽ പഞ്ചായത്ത് തല ആസൂത്രണ സമിതി അംഗങ്ങൾക്കും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്കും വിപുലമായ ക്ലാസുകൾ നൽകും. ഇതിനുശേഷമായിരിക്കും പദ്ധതി താഴെത്തട്ടിൽ നടപ്പിലാക്കുക. കുന്നംകുളം നഗരസഭയിൽ അർഹതപ്പെട്ട 2557 പേർക്ക് ക്ഷേമ പെൻഷനുകൾ ഇനിയും ലഭിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ വിവിധ ക്ഷേമ പെൻഷനുകൾ അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ലെന്ന് വ്യാപക പരാതി. പെൻഷൻ ലഭിച്ചവർ നൽകിയ സത്യപ്രസ്താവനയ്ക്ക് ശേഷം ഡിസംബറിൽ വിതരണം ചെയ്ത 3 മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് പലർക്കും ലഭിക്കാതിരിക്കുന്നത്. കുന്നംകുളം നഗരസഭയിൽ 5146 പേരാണ് വിവിധ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നത്. വാർദ്ധക്യകാല പെൻഷൻ 2399 ആളുകളും, കർഷക തൊഴിലാളി പെൻഷൻ 576, അവിവാഹിത പെൻഷൻ 275, വികലാംഗ പെൻഷൻ 310, വിധവ പെൻഷൻ 1586 എന്നിങ്ങനെയാണ് നഗരസഭയിൽ പെൻഷനുകൾക്ക് അർഹതപ്പെട്ടവരായിട്ടുള്ളത്. ഇതിൽ വാർദ്ധക്യകാല പെൻഷൻ 1246 പേർക്ക് ലഭിക്കുമ്പോൾ 1153 പേർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല. കർഷക തൊഴിലാളി പെൻഷൻ 404 പേർക്കാണ് ലഭിച്ചത്. 174 പേർക്ക് ലഭിച്ചിട്ടില്ല. വികലാംഗ പെൻഷൻ 165 പേർക്ക് ലഭിച്ചപ്പോൾ 145 പേർക്ക് ഇനിയും ലഭിച്ചില്ല. അവിവാഹിത പെൻഷൻ 136 പേർക്ക് ലഭിച്ചപ്പോൾ 139 പേർക്ക് ലഭിച്ചില്ല. വിധവ പെൻഷൻ 640 പേർക്ക് ലഭിച്ചപ്പോൾ 946 പേർക്ക് ഇനിയും ലഭിച്ചിട്ടില്ല. നഗരസഭയിൽ 2591 പേർക്ക് വിവിധ ക്ഷേമ പെൻഷൻ ലഭിക്കുമ്പോൾ 2557 പേർക്ക് പെൻഷനുകൾ ലഭിക്കുന്നില്ല. നഗരസഭയിൽ അർഹതപ്പെട്ട പകുതി പേർക്കും ഒരു പെൻഷനുകളും ലഭിക്കുന്നില്ല. ക്ഷേമ പെൻഷനുകൾ സഹകരണ ബാങ്കുകൾ വഴിയും പൊതുമേഖലാ ബാങ്കുകൾ വഴിയുമാണ് വിതരണം ചെയ്യുന്നത്. നേരിട്ട് ഉപഭോക്താവിന്റെ വീട്ടിൽ സഹകരണ ബാങ്കുകൾ പെൻഷൻ ഈ പണമായി എത്തിക്കുമ്പോൾ അക്കൗണ്ട് നമ്പർ വഴിയാണ് പൊതുമേഖലാ ബാങ്കുകളിൽ പണമെത്തുന്നത്. ഓണത്തിന് LDF സർക്കാർ മുൻ കുടിശ്ശിക ഉൾപ്പെടെ പെൻഷൻ തുക വിതരണം ചെയ്ത ശേഷമാണ് പെൻഷൻ വാങ്ങുന്നവർ സത്യപ്രസ്താവന നടത്തണമെന്ന നിർദ്ദേശം ഉണ്ടായത്. ഇത്തരത്തിൽ സത്യപ്രസ്താവന നടത്തിയവരുടെ പേരുകൾ
കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റുമ്പോൾ സംഭവിച്ച സാങ്കേതിക തകരാറുകളാണ് അർഹതപ്പെട്ട പലർക്കും പെൻഷനുകൾ തടസ്സപ്പെടാൻ കാരണമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. അവിവാഹിതരായവർ പലരും വിവാഹിതരായാണ് സത്യപ്രസ്താവനയ്ക്ക് ശേഷം അച്ചടിച്ചു വന്നിട്ടുള്ളത്. ഇത് ഒരു പരിധിവരെ ശരിയാകാമെന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ വികലാംഗ പെൻഷൻ ഉൾപ്പെടെയുള്ള പെൻഷനുകൾ ലഭിക്കുന്നവർ ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷനുകൾ തടസ്സപ്പെടാനുള്ള കാരണം ഇനിയും വ്യക്തമല്ല. പ്രതിമാസ ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്തതിലും പെൻഷൻ വിതരണം തടസ്സപ്പെട്ടതിലും പ്രതിഷേധിച്ച് BJP കൗൺസിലർമാർ നഗരസഭാ ഓഫീസിൽ പ്രതിഷേധ ധർണ നടത്തി. 40% പേർക്ക് പെൻഷനുകൾ ലഭിക്കുന്നില്ലെന്ന് BJP കുറ്റപ്പെടുത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK മുരളി ധർണ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ ശ്രീജിത്ത്, ഗീത ശശി, സന്ധ്യ, രേഷ്മ സുനിൽ, സജീഷ്, വിൽസൺ ജോസ് എന്നിവർ പ്രസംഗിച്ചു. വേനൽക്കാലം അടുത്തു വരുന്നതോടെ വാട്ടർ അതോറിറ്റി ജീവനക്കാർ സമരത്തിലേക്ക്. വേനൽക്കാലം ശക്തമാകുന്നതോടെ കുടിവെള്ളമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കൂലി വർധന ആവശ്യപ്പെട്ട് കേരള വാട്ടർ അതോറിറ്റി ജീവനക്കാർ സമരത്തിലേക്ക് നീങ്ങുന്നു. ആദ്യം ജനുവരി 16 തിങ്കളാഴ്ച ധർണയും തുടർന്ന് അനിശ്ചിതകാല സമരവും സംഘടിപ്പിക്കുമെന്ന് വാട്ടർ അതോറിറ്റി കുന്നംകുളം എക്സിക്യൂട്ടീവ് മെമ്പർ ഷൈജു കൂറ്റ്നാട് നൈസ് ടിവിയോട് പറഞ്ഞു. ഇതിപ്പോ 2017 വരൾച്ചയുടെ ഭാഗമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വേനൽ കൂടുന്നതോട് കൂടിയിട്ട് എല്ലാവർക്കും വെള്ളത്തിന്റെ വാട്ടർ അതോറിറ്റി കൊടുക്കുന്ന വെള്ളത്തിന്റെ എല്ലാ പ്രോബ്ലങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടിസ്ഥാന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 15-16 തൊട്ടിട്ട് ഒരു ധർണ തിരുവനന്തപുരത്ത് കോൺട്രാക്ടർ അസോസിയേഷൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. കാരണം 2011 മുതലുള്ള കരാറുകാരുടെ കുടിശ്ശികകൾ, അത് അതിൽ ഏറ്റവും കൂടുതൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മെയിൻ്റനൻസ് കരാറുകാരാണ്. അതും കൂടി സർക്കാർ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഈ ധർണ കഴിയുന്നതോട് കൂടിയിട്ട് ഇത് അനിശ്ചിത കാലത്തേക്കുള്ള ഒരു പണിമുടക്കായിട്ട് മാറും. മെയിൻ്റനൻസ് പ്രവർത്തികൾ കംപ്ലീറ്റ് നിർത്തിവെക്കാനാണ് അസോസിയേഷൻ്റെ തീരുമാനം. അതിപ്പോൾ ഈ ധർണ കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. മിക്കവാറും ഈ വേനലോട് കൂടിയിട്ട് ഈ 2011 മുതലുള്ള ഈ സാമ്പത്തിക വിഷയം നിൽക്കുന്ന കാരണം കൊണ്ടും മറ്റ് കരാർ മേഖലകളിലെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ബാധ്യതകൾ ഇവിടുത്തെ കരാർ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ടും ഈ തൊഴിലുകളെല്ലാം തന്നെ അത് മെയിൻ്റനൻസിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. മറ്റുള്ള മേഖലകൾ ഇപ്പോൾ ഓൾറെഡി 2-ാം തീയതി മുതൽ, ഇത് ജനുവരി 2-ാം തീയതി മുതൽ നിർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെയിൻ്റനൻസും കൂടി 16-ാം തീയതി ഈ ധർണയോട് കൂടിയിട്ട് തീരുമാനമാകും. ഈ മാസം ഇത് കംപ്ലീറ്റ് നിർത്തി വെക്കാൻ തന്നെയാണ്. ഇതിന് പരിഹാരമായില്ലെങ്കിൽ 16 ഈ ധർണയോട് കൂടിയിട്ട് പരിഹാരമായില്ലെങ്കിൽ ഓൾറെഡി ഇത് നിർത്തി വയ്ക്കപ്പെടും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ഗ്രൗണ്ട് ഫ്ലോർ MAB ആർക്കേഡ്, ജെറുസലേം, പഴഞ്ഞി. കൊതിയൂറും രുചിക്കൂട്ടുകളുമായി MAB ബേക്ക് ഹോം ഡിസംബർ 17 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തദവസരത്തിലും തുടർന്നും താങ്കളുടെയും കുടുംബത്തിന്റെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. MAB ബേക്ക് ഹോം, ഗ്രൗണ്ട് ഫ്ലോർ MAB ആർക്കേഡ്, ജെറുസലേം, പഴഞ്ഞി. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ ഏജൻസീസ് കുന്നംകുളം, ഞങ്ങളുടെ സഹോദര സ്ഥാപനം കവിത ബുക്ക് ഇൻഡസ്ട്രീസ് കാഞ്ഞിരമുക്ക്. 4C കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വസ്ത്രങ്ങൾ ഇനി നിങ്ങൾക്കും ഹോൾസെയിൽ വിലയിൽ. മാറിവരുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് യാഥാർത്ഥ്യമേകുവാൻ, യഥാർത്ഥ വിലക്കുറവിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ആധുനിക രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു. ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, സാരികൾ, പർദ്ദകൾ, ടോപ്പുകൾ, ട്രെൻഡ് വെയറുകൾ തുടങ്ങി സ്ത്രീകൾക്കാവശ്യമായ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ, ബേബി കളക്ഷനുകൾ, ഫാൻസി ഫുട്വെയർ ആൻഡ് ബാഗുകൾ, കൂടാതെ ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ ഒരുക്കിയെടുക്കുവാൻ ലേഡീസ് ആൻഡ് ജെന്റ്സ് സ്റ്റിച്ചിങ് സൗകര്യവും. 4C കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വാർത്തകൾ തുടരുന്നു. വെളനി ഗേൾസ് ഹൈസ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന സപ്തതി ആഘോഷ സമാപനം ജനുവരി 15-16 തീയതിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 70 കർമ്മ പദ്ധതികളോടെയാണ് ഒരു വർഷം നീണ്ടുനിന്ന സപ്തതി ആഘോഷം സമാപിക്കുന്നത്. ഇതിൽ പ്രധാനം പൂർവ്വ വിദ്യാർത്ഥിനിയായ ഷീമയ്ക്ക് വീട് നിർമ്മിച്ചു നൽകലായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ 10 വിദ്യാർത്ഥിനികൾക്ക് വിദ്യാഭ്യാസ സഹായ നിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പ്, നാടക പരിശീലന കളരി, തെരുവ് നാടക അവതരണം എന്നിവ സംഘടിപ്പിച്ചു. 15-ന് വൈകിട്ട് 4-ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സിനി ആർട്ടിസ്റ്റ് ഇർഷാദ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും അരങ്ങേറും. 16-ന് രാവിലെ 10 മണിക്ക് സപ്തതി സമാപന സമ്മേളനം മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. സ്മാർട്ട് ക്ലാസ് റൂം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ബാബു M പാലിശ്ശേരി, CP ജോൺ, മൂവാറ്റുപുഴ രൂപതാ മെത്രാപ്പോലീത്ത ഡോക്ടർ അബ്രഹാം മാർ യൂലിയോസ്, ഫാദർ ഐസക് കേച്ചേരി തുടങ്ങിയവർ പങ്കെടുക്കും. PTA പ്രസിഡന്റ് PM സുരേഷ്, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ചൈതന്യ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ 16-ാം തീയതി സപ്തതി ആഘോഷത്തിന്റെ സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ മന്ത്രിയുമായ വ്യവസായ വകുപ്പ് മന്ത്രിയായ AC മൊയ്തീനാണ്. അതുപോലെ തന്നെ സഭയുടെ പ്രമുഖരായ ഉച്ചയോടുകൂടി ഉദ്ഘാടന സെഷൻ അവസാനിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ, അതുപോലെ തന്നെ 15-ാം തീയതി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുണ്ട്, അധ്യാപകരുടെ പരിപാടികളുണ്ട്, അതുപോലെ തന്നെ ഫിഗർ ഷോ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പരമാവധി ആളുകളെ ആകർഷിക്കുന്ന പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം ഉണ്ടാകണം എന്നതാണ് ഈ പത്രസമ്മേളനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിപണി അടയ്ക്ക പഴയത് 4000 രൂപ മുതൽ 4610 രൂപ വരെ, പുതിയത് 3000 രൂപ മുതൽ 3817 രൂപ വരെ, രണ്ടാം തരം 2200 രൂപ മുതൽ 2700 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പദ്ധതി നിർവഹണത്തിന് ആസൂത്രണ സമിതികൾ രൂപീകരിക്കും. കുന്നംകുളം നഗരസഭയിൽ അർഹതപ്പെട്ട 2557 പേർക്ക്
ക്ഷേമ പെൻഷനുകൾ ഇനിയും ലഭിച്ചിട്ടില്ല. വേനൽക്കാലം അടുത്തു വരുന്നതോടെ വാട്ടർ അതോറിറ്റി ജീവനക്കാർ സമരത്തിലേക്ക്. വെളനി ഗേൾസ് ഹൈസ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന സപ്തതി ആഘോഷ സമാപനം ജനുവരി 15-16 തീയതിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.